നമസ്കാരം. മെയ് 4-ന് ഫലം വരുന്നതിന് മുമ്പ് തന്നെ പുതിയ സർക്കാർ, പുതിയ മുഖ്യമന്ത്രി, പുതിയ പ്രതിപക്ഷ നേതാവ് എന്നെല്ലാം പറഞ്ഞ് ചർച്ച ചെയ്ത് മലയാളികൾ ഇതെല്ലാം കേട്ട് അന്തിച്ചിരിപ്പാണ്. മാധ്യമങ്ങൾ നേരിട്ട് കഥാപാത്രങ്ങളാകുന്ന സാഹചര്യമാണ് ബഹുരസം. UDF-ൽ മുസ്ലിം ലീഗിൻ്റെ യോഗത്തിലെ ആഹ്വാനം ജനവികാരം ഹൈക്കമാൻഡ് മാനിക്കണം എന്നായിരുന്നു. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് KC-യും VD-യും ചെന്നിത്തലയും ഒക്കെ കൂടിയുള്ള ഈ തർക്കത്തിനിടയിൽ ഹൈക്കമാൻഡിനോട് പറയുകയാണ് ജനവികാരം മാനിക്കണം എന്ന്. ഈ വാർത്ത പുറത്തു വന്നതിൻ്റെ പിന്നെ ഉടനെ തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് ജനവികാരം എന്നാൽ VD സതീശൻ എന്നാക്കി റിപ്പോർട്ട് ചെയ്തു. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് അതൊന്നും ബാധകമല്ലേ എന്ന ചോദ്യം അദ്ദേഹത്തിൻ്റെ അനുയായികൾ ചോദിച്ചു. KC പോട്ടെ, മത്സരിച്ചിട്ടില്ലല്ലോ. രമേശ് ചെന്നിത്തല VD-ക്കൊപ്പം മത്സരിച്ചതാണല്ലോ, മുൻ പ്രതിപക്ഷ നേതാവാണല്ലോ, പ്രധാനപ്പെട്ട നയിച്ച നേതാവാണല്ലോ. ജനവികാരം സതീശന് ഒറ്റ കാണോ? നിലവിലെ ഇടതുപക്ഷ സർക്കാരിനെതിരായ ജനവികാരമായിക്കൂടെ? അല്ലെങ്കിൽ UDF അധികാരത്തിൽ വരണം എന്ന ജനവികാരവുമാകാമല്ലോ. അതൊന്നുമല്ല, VD സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന ജനവികാരമാണ് എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ നിഗമനം ആകപ്പാടെ കോൺഗ്രസിൽ മാത്രമല്ല ഏഷ്യാനെറ്റ് ന്യൂസിൽ തന്നെ കുഴപ്പങ്ങളുണ്ടാക്കി. ആ കുരുക്കിനെ പറ്റിയാണ് നമ്മൾ പരിശോധിക്കുന്നത്. എന്താണ് സംഭവിച്ചത്? പകൽ മുഴുവൻ ലീഗിൻ്റെ മനസ്സിൽ VD സതീശനാണ് എന്ന് ഏഷ്യാനെറ്റ് ന്യൂസിൽ വാർത്ത വന്നു. ജനവികാരം മാനിക്കണം എന്ന് ലീഗ് പറഞ്ഞുവെന്നും അത് സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നാണെന്നും വാർത്ത വന്നു. അതിൻ്റെ ഇടയിൽ ചെന്നിത്തലയും KC-യും ഒക്കെ കൂടി അലമ്പാക്കുകയാണ് എന്നുമൊക്കെ നമുക്ക് വായിക്കാൻ തന്ന ഒരു വിഭവമാണ്. അങ്ങനെ രാത്രിയായി, ന്യൂസ് അവറായി, അബ്ജോദ് വർഗീസ് അവതാരകനായി, VD സതീശൻ പക്ഷക്കാരായ റോയ് മാത്യു, NP ചേക്കുട്ടി മുതലായവർ റെഡിയായി. അതുകൂടാതെ ഡോക്ടർ ഫസൽ ഗഫൂറും. മാധ്യമപ്രവർത്തകൻ ശ്രീകുമാർ മനയിൽ അവിടെ ഒറ്റപ്പെട്ടു നിന്നു. ലീഗിൻ്റെ മുഖ്യൻ, ജനവികാരത്തിൻ്റെ ആള് അത് സതീശനാണല്ലോ, ബാക്കിയുള്ളവരൊക്കെ കൂടി അലമ്പാക്കാണെന്നാണ് ആഖ്യാനം. ഇതൊക്കെ ശരിയാണോ എന്ന മട്ടിലാണ് ചർച്ച. സംഗതി എങ്ങോട്ടാണ് പോകുന്നത് എന്ന് ഒരുവിധം മനസ്സിലാക്കി ചർച്ച തീരാറായപ്പോൾ ശ്രീകുമാർ മനയിൽ കാര്യം ഇങ്ങോട്ട് തുറന്നു പറഞ്ഞു. ഒരാൾ മാത്രമേ മുഖ്യമന്ത്രി ആയിക്കൂടൂ എന്ന് വിചാരിക്കാൻ പറ്റുമോ? KPCC പ്രസിഡന്റ് മുതൽ താഴോട്ട് എല്ലാവരും ഒരാൾ മാത്രമേ അങ്ങനെ ആകാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുന്നത് എന്ത് പരിപാടിയാണ്? പ്രത്യേകിച്ച് കോൺഗ്രസിൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും പറ്റില്ല. കോൺഗ്രസിൽ സാധാ MLA-ക്ക് പോലും മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിക്കാം. അപ്പോഴാണ് ഞങ്ങൾ നിഷ്പക്ഷമായി റിപ്പോർട്ട് ചെയ്യുകയാണ് എന്നൊക്കെ പറഞ്ഞ് അബ്ജോദ് വർഗീസ് ന്യായീകരിക്കാൻ ശ്രമിച്ചത്, ഈ ശ്രീകുമാർ മനയിലിൻ്റെ വാദത്തെ കൗണ്ടർ ചെയ്യാൻ ശ്രമിച്ചത്. അപ്പോൾ വസ്തുതകൾ ഉദ്ധരിച്ച് ശ്രീകുമാർ മനയിൽ ഉള്ളിലുള്ളത് പറഞ്ഞു. റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഗുണമൊക്കെ നമുക്കറിയാം, റിപ്പോർട്ട് ചെയ്യുന്നത് ശരിയുമാണ്. പക്ഷേ വാർത്തകളുടെ പിന്നിൽ അജണ്ട കൂടി ഫിറ്റ് ചെയ്യുന്നത് കണ്ടാൽ എന്താണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് മനസ്സിലാകും. ഈ പണി കുറേ കാലം ചെയ്തയാളാണ് ഞാൻ. ഒരു വാർത്ത വെച്ചിട്ട് അജണ്ട വ്യാഖ്യാനിച്ച് ഉള്ളിൽ തിരികെ കയറ്റി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത് മാധ്യമപ്രവർത്തനമല്ല. അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള മത്സരം എന്ന് റിപ്പോർട്ട് ചെയ്തു, ജനവികാരം മാനിക്കണം എന്ന ലീഗിൻ്റെ നിലപാടും റിപ്പോർട്ട് ചെയ്തു. ആ ജനവികാരം VD സതീശനാണ് എന്ന് വ്യാഖ്യാനിക്കുന്ന അജണ്ട, അതാണ് ശ്രീകുമാർ മനയിൽ ചോദ്യം ചെയ്തത്. അതോടെ അവതാരകൻ ശ്രീകുമാറിനെതിരായി. അത് CPM-കാർ ഉപയോഗിക്കുന്ന ഭാഷയാണ് എന്നൊക്കെ പറഞ്ഞ് ശ്രീകുമാർ മനയിലിനെ സൈഡാക്കി. പിന്നെ നമ്മുടെ VD ആരാധകരിലേക്ക് കടന്ന് ചർച്ച കൺക്ലൂഡ് ചെയ്യുകയും ചെയ്തു. ഇതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ സംഭവിച്ചത്. എന്താണ് അതിൻ്റെ അനുബന്ധ കഥ? കൈതോലപ്പായയിൽ പിണറായി വിജയൻ പണം കടത്തിയെന്ന ആരോപണം ഉന്നയിച്ച് ശ്രദ്ധേയനായ മുൻ മാധ്യമപ്രവർത്തകൻ G ശക്തിധരൻ ഇക്കാര്യത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിനെതിരായി രംഗത്തെത്തി. അദ്ദേഹം ഫേസ്ബുക്കിൽ കടുത്ത വിമർശനം ഉന്നയിച്ച് പോസ്റ്റും ഇട്ടു. അദ്ദേഹത്തിൻ്റെ വാദത്തിൻ്റെ തുടർച്ചയായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ മാധ്യമങ്ങളിൽ വലിയ വാർത്തയും അലയൊലിയും ഒക്കെ സൃഷ്ടിച്ചുകൊണ്ട് VD സതീശനടക്കമുള്ള പ്രതിപക്ഷ നേതാക്കൾ വലിയ വാദമായി ഉന്നയിച്ച പഴയ കൈതോലപ്പായ വിവാദം നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും, ചീറ്റിപ്പോയതാണെങ്കിലും. എന്തായാലും ഇതിൻ്റെ തുടർച്ചയായിട്ട് അദ്ദേഹം ഇപ്പോൾ ഈ സാഹചര്യത്തിൽ രംഗത്ത് വരികയാണ്. VD സതീശന് വേണ്ടിയുള്ള വാദത്തിന് ഏഷ്യാനെറ്റ് ന്യൂസ് എന്തുകൊണ്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളത് സംബന്ധിച്ച വിശകലനമാണ് അദ്ദേഹം പറയുന്നത്. ഏഷ്യാനെറ്റിന് കുത്തിത്തിരിപ്പ് മാത്രമേ ഉള്ളൂ എന്നാണ് അദ്ദേഹത്തിൻ്റെ കുറിപ്പിൻ്റെ തലക്കെട്ട്. അതിലെ പ്രധാന വാദം ഇതാണ്: ആരാണ് മുഖ്യമന്ത്രി എന്ന വിവാദത്തിൽ ഏഷ്യാനെറ്റ് അവസാനത്തെ ആണിയാണോ ഇന്നലെ രാത്രി അടിച്ചത്? ആയിരിക്കില്ല. ഇനിയും കുടുക്കയിൽ ആണികൾ കിടപ്പുണ്ടാകും. അങ്ങനെ ഇളിഭ്യത തോന്നി പിന്മടങ്ങുന്ന മാധ്യമപ്രവർത്തനമല്ല ഏഷ്യാനെറ്റിലേത്. ഏഷ്യാനെറ്റ് നിഷ്പക്ഷമാണ് എന്ന് പ്രേക്ഷകരെ ബോധ്യപ്പെടുത്താൻ പല കപടമാർഗങ്ങളും പ്രയോഗിക്കുന്നുണ്ടെങ്കിലും ഒന്നും ഏശുന്നില്ല. മനുഷ്യർ അത്ര മണ്ടന്മാരല്ലോ. ഒരു ടെസ്റ്റ് കേസ് എന്ന നിലയ്ക്ക് ഇന്നലെ 8 മണിക്ക് അരങ്ങേറിയ നാടകം ഒന്നുകൂടി കാണുക. ഒരാളൊഴികെ അവതാരകനടക്കം മുഴുവൻ പേരും ചർച്ചയിൽ ഒരു സ്ഥാനാർത്ഥിയെ മാത്രം വാഴ്ത്തിപ്പാടുകയായിരുന്നു. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ VD സതീശനെ. അതിന് കൂട്ടുനിൽക്കാത്ത മാധ്യമപ്രവർത്തകനാകട്ടെ പറയുന്ന ഒരൊറ്റ കാര്യമാണ്: എന്തിനാണ് ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്? എന്താണ് ഇന്നത്തെ പ്രസക്തി? ഇത് കേട്ടപ്പോൾ അവതാരകന് ക്ഷോഭം വന്നു. ഒറ്റപ്പെട്ടുപോയ ലേഖകനെ ഏഷ്യാനെറ്റിൻ്റെ കുടുംബസ്വത്ത് അവഹരിക്കാൻ വന്ന മട്ടിലാണ് തേജോവധം ചെയ്യാൻ ശ്രമിച്ചത്. ജനപ്രീതി നിർമ്മിച്ചെടുക്കാൻ കിണഞ്ഞു ശ്രമിക്കുന്ന ഈ അവതാരങ്ങൾ യഥാർത്ഥത്തിൽ ആ സ്ഥാനാർത്ഥിക്ക് അഡീഷണൽ ബാധ്യതയാവുകയാണ്. എന്തൊക്കെ കുറവുകളുണ്ടെങ്കിലും തേജസ്സോടെ ഉയർന്നു വരേണ്ട ചുണക്കുട്ടിയാണ് ഈ സ്ഥാനാർത്ഥി എന്നതിൽ തർക്കമില്ല.
പക്ഷെ ജനങ്ങൾക്ക് വിദ്വേഷം ജനിപ്പിക്കുന്ന എന്തെങ്കിലും ദുഷ്ട സ്വഭാവം തന്നിലുണ്ടോ എന്ന് സ്വയം പരിശോധന നടത്താൻ അദ്ദേഹം തയ്യാറല്ല. അതുതന്നെയാണ് പിണറായി വിജയനും സംഭവിച്ചത്. ഫലത്തിൽ ഒരു കുട്ടി പിണറായി ആണ് ഇത്. അത് തിരുത്തിക്കാൻ ഗുണപരമായി എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നതാണ് നന്മയുള്ള സുഹൃത്തുക്കൾ ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർ അല്ല ഇന്നലെ ചാനലിൽ വാദിച്ച് ഒപ്പം നിന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ ഒരു കൊട്ടേഷൻ കിട്ടി, അവർ ഏത് സ്ഥാനാർത്ഥിയാണ് സഹായിക്കുന്നത് എന്ന് ഇവിടെ പറയാൻ എന്നെ പറഞ്ഞു വിട്ടു. അതാണ് ഒരാൾ ചർച്ചയിൽ വെളിപ്പെടുത്തുന്നത്. ഒരാളെ മാടപ്രാവാക്കി പുഷ്പവൃഷ്ടി നടത്തി ആഘോഷിക്കണം എന്നുണ്ടെങ്കിൽ ഞാനില്ല. അതെൻ്റെ അനുഭവങ്ങളാണ് എന്നെ അതിൽ നിന്ന് തടയുന്നത്. അതൊന്നും തുറന്നെഴുതി ആരെയും ഇടിച്ചു കാണിക്കാനുമില്ല. പക്ഷേ അത്യുന്നത പദവി ആഗ്രഹിക്കുന്ന ചിലർക്ക് ഗുരുത്വമേ ഇല്ല എന്ന് ഞാൻ എഴുതിയില്ലെങ്കിൽ അതൊരു ആത്മവഞ്ചനയായി പോകും. വകതിരിവുള്ള നേതാവായി അദ്ദേഹം ഉയരട്ടെ എന്നാണ് ആഗ്രഹം. ഇന്നലത്തെ സംവാദത്തിൻ്റെ തിരശീല ഉയർന്നു. ഏതാനും മിനിറ്റ് ആകുമ്പോൾ അവതാരകൻ്റെ നാവിൽ നിന്ന് പൂച്ചു പുറത്തു ചാടി. ചാനൽ സ്റ്റുഡിയോയിൽ സെറ്റാക്കി വെച്ചിരിക്കുന്ന രാഷ്ട്രീയ ലൈനിനെതിരായ വാദത്തിൻ്റെ മർമ്മത്തിൽ അതിഥി തൊടുമ്പോഴാണ് അവതാരകൻ ഇളകിയാടുന്നത്. ചിലപ്പോൾ മുഖം മൂടി അതോടെ തെറിക്കപ്പെടുമെന്ന് വന്നാൽ അവതാരകന് സമനില വിട്ടുപോകുന്നു. ഇന്നലെയും അതിൻ്റെ പച്ചയായ ദൃശ്യങ്ങളാണ് കണ്ടത്. ശ്രീകുമാർ മനേലിൻ്റെ വാദമുഖങ്ങൾ ശരിയോ തെറ്റോ ആയിരിക്കാം, ഞാനതിൽ വിധി കൽപ്പിക്കുന്നില്ല. പക്ഷേ അദ്ദേഹം ശക്തിയുക്തം സമർത്ഥിക്കാൻ ശ്രമിച്ച ഒരു വസ്തുതയുണ്ട്. ഇപ്പോൾ ഈ വിഷയം ചർച്ച ചെയ്യേണ്ടതിൻ്റെ പ്രസക്തി. എന്തിനാണ് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാനിരിക്കെ ഈ വിഷയം ചർച്ച ചെയ്യുന്നത്, ചർവിത ചർവണം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലോകത്ത് ചൂടുപിടിച്ച ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അങ്ങോട്ടൊന്നും കണ്ണുപോകാതെ കേരളത്തിലെ ഏറ്റവും മുന്തിയത് എന്ന് പറയുന്ന ഒരു ചാനൽ മരമണ്ടൻ കളി കളിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ വിഷയത്തിൽ അക്കാദമിക്കായ എന്ത് പുതിയ വിവരമായിരുന്നു അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഇന്നലെ പ്രത്യേകമായി വന്നു ചേർന്നത്? ഈ വിഷയം വോട്ടെടുപ്പ് നടന്ന ശേഷം എത്രയോ വട്ടമാണ് കേരളം ചർച്ച ചെയ്തത്. ഏഷ്യാനെറ്റിന് താല്പര്യമുള്ള ഒരു വ്യക്തിയെ എങ്ങനെയും ആ പദവിയിൽ കയറ്റിയിരുത്തണം. അതിനോട് യോജിക്കുന്ന 4-5 പേരെ സ്റ്റുഡിയോയിൽ വിളിച്ചിരുത്തും. ഒരേ ഒരാളിനെ മാത്രമേ അല്ലാതെ കയറ്റിവിടൂ. അവതാരകൻ ആരെയാണ് ഭയപ്പെടുന്നത് എന്നാണ് ജി ശക്തിധരൻ പറയുന്നത്. ഏഷ്യാനെറ്റ് ന്യൂസ് മുതൽ മീഡിയ വൺ വരെയുള്ള മാധ്യമങ്ങൾ വി ഡി സതീശൻ മുഖ്യമന്ത്രിയാകണം എന്ന് വാദിച്ചു വരുന്നതിനിടെ അപ്രതീക്ഷിതമായി ഉണ്ടായ ഒരാഘാതം. ആദ്യം അത് കെ സി വേണുഗോപാൽ വഴി വന്നു. അത് കഴിഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തല വഴി വന്നു. എന്നാൽ വി എം സുധീറിനെ പോലുള്ളവർ ചെന്നിത്തലയെ പോലെ മുതിർന്ന നേതാവ് മുഖ്യമന്ത്രിയാകണം എന്ന വാദത്തിലേക്കാണ് എത്തുന്നത്. ചെന്നിത്തലയുടെ മികവുകളും ഒരു ഭാഗത്ത് ചർച്ചയാകുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഇംഗ്ലീഷ് പത്രത്തിലൊക്കെ പരസ്യം ചെയ്ത് ഹൈക്കമാൻഡിനെ സ്വാധീനിക്കാൻ അനുയായികൾ മറ്റൊരു തന്ത്രം കൂടി പയറ്റുന്നുണ്ട്. ഇതൊക്കെയാണ് വി ഡി സതീശൻ അനുകൂലികൾ ആയ മാധ്യമപ്പടയ്ക്ക് രോഷം തീർക്കുന്നത്. ഇതോടെ അവർ പ്രതിരോധം തീർക്കാൻ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ജനവികാരം ഹൈക്കമാൻഡ് പരിഗണിക്കണം എന്ന ലീഗിൻ്റെ വാദം കൂടി കേട്ടതോടെ ഊർജം ഇരട്ടിയായി. അത് വി ഡി സതീശന് അനുകൂലമാണ് എന്ന വാദവുമായി ഏഷ്യാനെറ്റ് ന്യൂസ് അടക്കം രംഗത്തെത്തുകയായിരുന്നു. വാർത്ത പോട്ടെ, രാത്രി എഡിറ്റോറിയൽ അഭിപ്രായം പറയുന്ന ചർച്ചയും കൂടി ആയതോടെയാണ് കളി കൈവിട്ടത്. ജനവികാരം യു ഡി എഫിനാണ്, ഏതെങ്കിലും ഒരാൾക്കല്ല എന്ന ശ്രീകുമാർ മനേലിൻ്റെ നിരീക്ഷണം ഏഷ്യാനെറ്റിനെ കുരുക്കിലാക്കി എന്നർത്ഥം. നേരത്തെ കെ സി മാത്രമായിരുന്നിടത്ത് രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായും വാദം രൂപപ്പെട്ടതോടെ വി ഡി സതീശൻ അനുകൂല മാധ്യമങ്ങൾക്ക് ഇരട്ടിപ്പണിയായി എന്നർത്ഥം. നിഷ്പക്ഷം എന്ന മട്ടിൽ നൈസായി ലീഗിൻ്റെ തലയിൽ കെട്ടിവെച്ച് ജനവികാരം സതീശനാണ് എന്ന വാദവുമായി എത്തിയ ഏഷ്യാനെറ്റിനെ ശ്രീകുമാർ മനേൽ കയ്യോടെ പിടികൂടി എന്ന് മാത്രം. ഇതൊക്കെ ചർച്ച ചെയ്യുമ്പോഴും ഒരു കാര്യം വരാനുണ്ട്. 4-ാം തീയതി, മെയ് 4-ാം തീയതി തെരഞ്ഞെടുപ്പിൻ്റെ ഫലം അത് അനുകൂലമാകണമല്ലോ ആദ്യം, എന്നിട്ടല്ലേ ബാക്കി ചർച്ചകൾ. ഏഷ്യാനെറ്റിനും ശ്രീകുമാർ മനേലിനും നല്ലത് മാത്രം വരട്ടെ. നന്ദി, നമസ്കാരം.